everyone, welcome back to Farsus Recipes. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. ഒരുപാട് പേര് നമ്മുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല നല്ല ഫീഡ്ബാക്സ് ഒക്കെ തരുന്നുണ്ട്. താങ്ക്സ് അലോട്ട്. ഇന്ന് നമ്മൾ നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് മാഗി സൂപ്പ് റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ഫർസൂസ് റെസിപ്പീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. വീഡിയോസ് ഒന്നും മിസ്സാവില്ല. ഒരു പാത്രം ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള, 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വാട്ടി ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. $200 ഗ്രാം ചെമ്മീൻ ഉപ്പും പെപ്പറും 1/2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് സ്റ്റീം ചെയ്തെടുത്ത കുറച്ച് വെജിറ്റബിൾസ് ആണ് ചേർക്കുന്നത്. വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വെജിറ്റബിൾസൊക്കെ സ്റ്റീം ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ചേർക്കണം എന്നില്ല. നന്നായി ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മൂടി വെച്ചാലും മതി. ഈ വെജിറ്റബിൾസ് ഒരുപാട് വെന്തുടഞ്ഞ് പോയാൽ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഈ ഒരു രീതിയിൽ ആയി കിട്ടിയാൽ മതിയാവും. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കാം. 2 പാക്ക് മാഗി നൂഡിൽസാണ് എടുത്തത്. കുറച്ച് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നൂഡിൽസും ഒപ്പം 1/2 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെന്ത് വരുന്ന സമയത്ത് നൂഡിൽസ് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പ്രോബ്ലം ഇല്ലാതിരിക്കാനാണ് ഓയിൽ ചേർത്തത്. പിന്നെ ഈ നൂഡിൽസിൻ്റെ പാക്കറ്റിൽ ഓൺലി 3 മിനിറ്റ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്കിതൊരു 6-7 മിനിറ്റ് വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാലാണ് നന്നായിട്ട് വെന്ത് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വേവിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഇതിലേക്ക് നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 2 പാക്ക് നൂഡിൽസിൻ്റെ കൂടെയുള്ള 2 പാക്ക് പൗഡറും എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പ്രോൺസ് വെജിറ്റബിൾ മിക്സ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് വേറെ മസാലകളും ഉപ്പും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല. ഈ മസാല പൗഡർ അത്ര ഹെൽത്തി ഒന്നും അല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. എന്നാലും ഇങ്ങനത്തെ ഫുഡൊക്കെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉണ്ടാക്കി കഴിക്കാറ്. ഇനി ഇതിലേക്ക് പ്രോൺസ് വെജിറ്റബിൾ മിക്സ് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുതേ. അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല റെസിപ്പിയുമായി ഫർസൂസ് റെസിപ്പീസിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്